വർഗീസേട്ടൻ നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം.
നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ
നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടക്കാർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്തനം ക്ഷയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, പുനാഹതം, സ്വാദിഷ്ഠാനം, പതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. കോർട്ടേക്കാർ അവനവന്റെ ബോധപരമോ ബുദ്ധിപരമോ വൈകാരികമോ ആയ ശേഷികളെയും പരിമിതികളെയും സ്വയം ബോധ്യപ്പെടുത്തുന്നു. വൈകാരിക ബുദ്ധിയെ ക്രമീകരിച്ച് മികവുറ്റതാക്കുന്നു. വസ്തുത സമയബോധ്യങ്ങൾ സൃഷ്ടിക്കുന്നു. ശാരീരികവും മാനസികവുമായ ഏകോപനം ക്രമീകരിക്കുന്നു. വൈയക്തിക ബന്ധം, സാമൂഹികമായ ഇടപെടൽ, സ്വയം ബോധ്യങ്ങൾ എന്നിവ മികച്ചതാക്കുന്നു. ജൈവഘടികാരം ക്രമീകരിക്കുന്നു. മൊത്തം ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ സ്വന്തം ആയ ഒരു പരിശീലനമാണ് കോർട്ടക്കാർ എന്ന് പറയുന്നത്. നമ്മളിൽ പലരും അത് ചെയ്തിട്ടുള്ളവരാണ്. ശരീരവും മനസ്സും തമ്മിൽ ചേർക്കുന്ന, നമ്മുടെ ബോധവും ബുദ്ധിയും തമ്മിൽ ചേർക്കുന്ന ഒരു പരിശീലനമാണിത്. ഞാനിത് എത്തിയത് ഇത്തരത്തിലാണ്. ഞാൻ അതിലേക്ക് എത്തിയത് ഇത്തരത്തിലാണ്. 1988-89 കാലത്താണ് ഞാൻ നാടകങ്ങളിൽ പരിശീലനമുണ്ടെന്ന് അറിയുന്നത്. ചെറിയ കാലം മുതൽ നാടകങ്ങൾ ചെയ്യാറുണ്ട്, അതിൽ പരിശീലനങ്ങൾ ഉണ്ടെന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്.
അങ്ങനെ യാദൃശികമായിട്ട് 86-87 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ആണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പൊ നാടകങ്ങളിൽ പങ്കെടുത്ത സമയത്ത് നാടകങ്ങൾക്ക് വേണ്ടുന്ന ശാരീരിക ബോധ്യം, പരിസരബോധം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അന്ന് അതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ തന്ന കേളുവാശാൻ ഞങ്ങളെ കുറെ കായിക പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോയി. പിന്നീട് അറിഞ്ഞു അത് ഗുർജിഫിന്റെ ചില പരിശീലനങ്ങളാണ്. പിന്നീട് ഞാൻ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്ന സമയത്ത് വഴക്കം ഇല്ലാതെ വരുന്ന, കഥാപാത്രത്തോട് വഴക്കമില്ലാതെ വരുന്ന അഭിനേതാക്കൾക്ക് അവർക്ക് വഴക്കം വരുത്തുവാനായിട്ട് തൽക്ഷണത്തിൽ ചെയ്യുന്ന ചില പരിശീലനങ്ങളൊക്കെ ഞാൻ കൊടുത്തു. പിന്നീട് നാടക സംഘത്തിന് മൊത്തത്തിൽ കുറെ പരിശീലനങ്ങൾ നൽകിയതിന് ശേഷം മാത്രമേ നാടകം സംവിധാനം ചെയ്ത് തുടങ്ങൂ എന്നുള്ള അവസ്ഥയിലേക്കും വന്നു. അപ്പോ ഒരു വ്യക്തിയുടെ നിലവിലുള്ള ശേഷിയിൽ നിന്നും ഒരു ഭാവപ്പകർച്ച വേണമെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വത്വത്തെ, ശാരീരിക സ്വത്വത്തെ, കരണസ്വത്വത്തെ, അതായത് നിലയുടെയും ശാരീരിക വിന്യാസത്തിന്റെയും സ്വത്വത്തെ അറിയാൻ കഴിയണമെന്നും അങ്ങനെ ഒരു അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഭാവപ്പകർച്ച ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നും ഒക്കെ മനസ്സിലായി. അത് നല്ല ബോധ്യം വന്നു. അതിൽ തിരിച്ചും മറിച്ചും പലതും ചെയ്ത് നല്ല ബോധ്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1994 നമ്മൾ കമ്മ്യൂൺ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും പ്രകൃതി സ്നേഹികളും പ്രകൃതി സാധകരും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുജീവിത കേന്ദ്രമായതുകൊണ്ട് കൂടെ ജീവിക്കാനാണ് വരുന്നത്, സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാനാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ നിന്നും പഠിച്ചിട്ട് പോയിട്ട് അവർക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉള്ള പാഠങ്ങൾക്കായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവർക്കൊക്കെ തന്നെ കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള ശേഷിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ടൊരു സാഹചര്യത്തിൽ ഈ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെടില്ല എന്നും അവരവരുടെ ശാരീരിക നിലയ്ക്കും ശാരീരിക വിന്യാസത്തിനും അനുസരിച്ച്, പ്രകൃതി നൽകിയ ശാരീരിക വിന്യാസത്തിനും അനുസരിച്ച് മാത്രമേ ഓരോരുത്തർക്കും ബോധ്യമാകുള്ളൂ എന്നും അതിനുശേഷം കാര്യങ്ങളെ ബോധ്യപ്പെട്ടിട്ട് അത് പുനരവതരിപ്പിക്കണമെങ്കിൽ ആ അവതരണത്തിന് ശാരീരിക വിന്യാസത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രക്രിയ ആവശ്യമാണെന്നുമൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമായി. ഞാനത് അവരിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൽ പലപ്പോഴും നമ്മുടെ ഈഗോ എന്നുള്ള ആ ഒന്ന് ഒരു കൂട്ടുജീവിത സംവിധാനത്തിൽ, ഒരു സാമൂഹ്യ സംവിധാനത്തിൽ പലപ്പോഴും വിലങ്ങുതടിയായി വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, കുടുംബങ്ങളിലുമൊക്കെ ഈഗോ എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും, തൊഴിലിടങ്ങളിൽ ഈഗോ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഈഗോ എന്നുള്ള ഒരു കാര്യം നിൽക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാം എല്ലാവർക്കും അറിയാൻ കഴിയും എന്നുള്ളതും ഒക്കെ ഒരു വിഷയമാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ വിഷയമാണ്. അതുപോലെ തന്നെ സമീകരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും സമന്മാരാണെന്നുള്ള ആ ഒരു പൊതുബോധമുണ്ടല്ലോ, അതിലും എവിടെയൊക്കെ അഭാഗങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ തിരിച്ചറിവുകളിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഗുർജിഫിന്റെ സിസ്റ്റത്തിന്റെ കൂടെ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട്, നമ്മൾ നിത്യം അവിടെ അഭ്യസിക്കുന്നത്, അതിലൂടെ നിത്യം നമ്മൾ അവിടെ അഭ്യസിക്കുന്നതിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത കുറെ കാര്യങ്ങൾ കൂടെ ചേർത്തിണക്കിക്കൊണ്ട് ഉണ്ടായ ഒരു വിന്യാസ സംവിധാനമാണ്, ശാരീരിക വിന്യാസ സംവിധാനമാണ് കോർട്ടെക്കാർവ്. സെർബൽ കോർട്ടെക്സിനെ കാർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം. അത് താളാത്മകമായി ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. ശബ്ദം ബ്രേക്കാണ്, എന്റെ മാത്രം കുഴപ്പമാണ് മൊത്തത്തിലുണ്ടാകുന്നൊന്ന് ശ്രദ്ധിച്ചു. ശബ്ദം കൂടെ ബ്രേക്ക് ആകുന്നു. ഇല്ല ഇവിടെ കുഴപ്പമില്ല. അപ്പോ ഈ ശാരീരിക വിന്യാസം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ ഓരോ ഭാഗത്തും നാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ബോധം ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധിയും ബോധവും തമ്മിൽ പരസ്പര ബന്ധത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടാനും വിശകലനം ചെയ്യാനും
കൈകാര്യം ചെയ്യാനും അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ സാമൂഹ്യ പ്രവർത്തകർക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടാനും അത് സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും പുനരവതരിപ്പിക്കാനും ഒക്കെയുള്ള ശേഷി. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഒരുപാട് തവണ ഒരുപാട് പേരെ അതിനകത്തൂടെ കടത്തിക്കൊണ്ടുപോയി. അതിൽ നിന്നുണ്ടായ ബോധ്യമാണ് ഒരു മനുഷ്യനെ സ്വയം അറിയാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് കോട്ടക്കാർവ് ഡെവലപ്പ് ചെയ്ത് വന്നത്. സെർബൽ കോർട്ടക്സിനെ കാർവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ കോട്ടക്കാർവ് എന്ന് പറയുന്നത്. നൃത്തവുമായി താളവുമായി ഒക്കെ ബന്ധപ്പെടുത്തി ചെയ്യുന്ന ഒന്നാണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, നമുക്ക് എത്രത്തോളം പരിമിതിയുണ്ട് എന്നുള്ളതാണ്. ഈ സാധ്യതയും പരിമിതിയും അറിയുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാവില്ലെന്നും എന്തൊക്കെ മനസ്സിലാകുമെന്നും ഒക്കെ മനസ്സിലാവുക. പക്ഷെ അത് ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല. ഇത് ഈ ഒരു പ്രാക്ടീസിന്റെ ഫ്രെയിംവർക്കിലൂടെ കൂട്ടമായി ചെയ്യുമ്പോഴാണ് അത് കൃത്യമായിട്ട് ബോധ്യമാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ വലത് മസ്തിഷ്കത്തെയും ഇടത് മസ്തിഷ്കത്തെയും കൂട്ടിയിണക്കി പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബോധവും ബുദ്ധിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. ഈ ബാലൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ ബോധം 70% ബുദ്ധി 30% ബോധവും ബുദ്ധിയും കൂടെ കൂട്ടിയാണ് 100% ആവുക. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ പോയിട്ടുള്ള ഭൂരിഭാഗം പേർക്കും ഇത് രണ്ടിന്റെയും ഉപയോഗം വളരെ കുറവായിരിക്കും. കാരണം ഒരു ഫ്രെയിംവർക്കിലൂടെ, വേറൊരു ഫ്രെയിംവർക്കിലൂടെയാണ് പോകുന്നത്. പ്രകൃതി ഉണ്ടാക്കിയ ഫ്രെയിംവർക്കിലൂടെയല്ല, കൃത്രിമമായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു ഫ്രെയിംവർക്കിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ ഇൻഡസ്ട്രിയെ പോറ്റാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോധവും ബുദ്ധിയും തമ്മിലുള്ള ആ ക്രമീകരണത്തിൽ തെറ്റു വന്നിട്ട് അത് പലപ്പോഴും ഉപയോഗിക്കാതെ യുക്തിയുടെ തലം മാത്രം കൂടുതൽ ഉപയോഗിക്കുകയും ബോധത്തിന്റെ തലം കുറവ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ നാം എല്ലാം വിദ്യാഭ്യാസ കാലത്ത് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആയതുകൊണ്ട് അതിനെ ക്രമീകരിക്കാൻ, അത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ക്രമീകരിക്കാനുള്ള ഒരു സാങ്കേതിക പരിശീലനം ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വൈകാരിക ബുദ്ധിയെ ക്രമീകരിക്കാനും മികവുറ്റതാക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് പരിശീലിക്കുന്നതിലൂടെ വസ്തുതാബോധ്യങ്ങൾ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വസ്തുക്കൾ എന്താ, എവിടെയാ, എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ പലരും നടക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന വസ്തുക്കൾ ചിലപ്പോൾ കാണാറ്, ചിലപ്പോൾ തട്ടുകയോ മുട്ടുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യും. ചിലർ ഏത് വഴി പോയാലും ശരീരത്തിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. അപ്പോ ഈ വസ്തുതാബോധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു പ്രത്യേക കാര്യത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ബോധ്യമാകുന്നില്ലെങ്കിലോ, അതിന്റെ വസ്തുത ബോധ്യമാകുന്നില്ലോ, അത് വസ്തുതാബോധത്തിന്റെ കുഴപ്പമാണ്. അപ്പോ വസ്തുതാബോധ്യങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ഉള്ള ഒരു അവസ്ഥ വരുന്നു. കോട്ടക്കാർവ് ആ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം. ഇപ്പൊ യോഗയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. താഴ്ച ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ശരീരവും മനസ്സും ഏകോപിച്ചു പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. രണ്ടു വഴിക്ക് പോകാം. ചിന്തയുടെ ഒരു സ്വാതന്ത്ര്യം, ഭാവനാത്മകനായ മനുഷ്യന് ചിന്തയുടെ ഒരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ശരീരവും മനസ്സും രണ്ടു വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവയെ ഏകോപിപ്പിക്കാനുള്ള ഒരു വഴി കൂടെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിനും കോട്ടക്കാർവ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധം, സാമൂഹ്യ ഇടപെടൽ, സ്വയംബോധ്യം എന്നിട്ടുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് വരാൻ ഈ കോട്ടക്കാർവ് വല്ലാതെ ഉപകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ കോട്ടക്കാർവ് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് പരിവർത്തിക്കുന്നത് തന്നെ നമുക്ക് കാണാനാകും ശ്രദ്ധിക്കുന്നവർക്ക്. അതൊരു വെറും ഒരു യോഗ പോലെ, നമ്മളതിനെ ചയോഗ എന്ന് പറയാറുണ്ട്. അത് യോഗയുമായിട്ട് കുറച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ചയോഗം എന്ന് പറയും. ഈ കോട്ടക്കാർവ് നമ്മൾ ഏതെല്ലാം രീതിയിൽ ചെയ്യുന്നുവോ ആ ചെയ്യുന്നതൊക്കെ ഒരു ശാരീരിക വിന്യാസമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ. എന്നാൽ തനിക്കെല്ലാം ബോധ്യപ്പെടില്ല എന്നും തന്റെ ശാരീരികമായിട്ടുള്ള ലിമിറ്റേഷൻസിനെ, മാനസികമായിട്ടുള്ള ലിമിറ്റേഷനെ മറികടക്കാൻ ഒരു ഉപകരണം ആവശ്യമാണ് എന്നുള്ളവർക്കുമൊക്കെ പരിശീലിക്കുമ്പോൾ ഇത് വല്ലാതെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കാർവ് എന്ന് പറയുന്നത് നമ്മെ മൊത്തത്തിൽ പരിവർത്തിപ്പിക്കാനുള്ള ഒരു നൃത്ത വിന്യാസമാണ്, ശാരീരിക വിന്യാസമാണ്. അത് നമ്മെ ക്രമപ്പെടുത്തും, നമ്മുടെ വൈകാരിക ബുദ്ധിയെ ക്രമപ്പെടുത്തും, നമ്മുടെ താളത്തെ ക്രമപ്പെടുത്തും, യുക്തിയെ ക്രമപ്പെടുത്തും, താളയുക്തി ബന്ധത്തെ ക്രമപ്പെടുത്തും. മൊത്തം ജീവിതത്തെ തന്നെ, നമ്മളെ തന്നെ, നമ്മുടെ ബോധ്യങ്ങളെ തന്നെ, തിരിച്ചറിവുകളെ തന്നെ, തിരിച്ചറിയാനുള്ള ശേഷികളെ തന്നെ മെച്ചപ്പെടുത്തും. നമ്മളാക്കി മാറ്റും. നമ്മൾ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. കോട്ടക്കാർവ് ചെയ്യുക, നിങ്ങളെ അത് പരിവർത്തിപ്പിക്കട്ടെ.
നന്ദി, നമസ്കാരം. പ്രവേശകധ്യാനം. ഞാനാകുന്നു. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെന്നതുപോലെ സുരക്ഷിതമായി ഞാൻ ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഭൂമിയോട് ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആധാരമായതിനോടെല്ലാം ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്, എന്റെ ജീവകുലത്തിനോട്, എന്റെ ഭൂമിയോട്, എന്റെ ഗുരുപരമ്പരയോട് ഞാനിതാ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. നന്ദിയിലൂടെ, സ്നേഹത്തിലൂടെ, പരിഗണനയിലൂടെ, സമർപ്പണത്തിലൂടെ, സ്വീകാര്യതയിലൂടെ, വിധേയത്വത്തിലൂടെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം വിശ്രമത്തിലാണ്. എന്റെ മനസ്സും വിശ്രമത്തിലാണ്. എന്റെ അവയവങ്ങളെല്ലാം അയഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തകൾ ശാന്തമായിരിക്കുന്നു. എന്റെ വികാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ ഞാൻ ബോധം അഴിഞ്ഞുപോകുന്നു. എന്റെ അകത്തേക്കും പുറത്തേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശ്വാസത്തെ ഞാൻ അറിയുന്നു. പുറത്ത് എല്ലാം ചലിപ്പിക്കുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. അകത്ത് എന്നിൽ ചലനമാകുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ എന്റെ മാതാവും, എന്റെ പിതാവും, എന്റെ ജീവകുലവും, എന്റെ ഭൂമിയും, എന്റെ ഗുരുവും എന്നിലെ ചലനത്തിന് ഭൂമികയാകുന്നു. എന്നിൽ ചലനമാകുന്നതെന്തോ, എന്നിൽ ഗുരുത്വമാകുന്നതെന്തോ, ഞാൻ അറിയുന്നതെന്തോ, ഞാൻ അറിയാത്തതെന്തോ, ഞാൻ തേടുന്നതെന്തോ, അത് ഞാനാകുന്നു. എന്റെ പ്രാണൻ, അത് ഞാനാകുന്നു. എന്റെ പ്രാണതാളം, അത് ഞാനാകുന്നു. ഞാനാകുന്ന പ്രാണതാളത്തിൽ എന്റെ രൂപത്തെ ഞാൻ അറിയുന്നു. അതിനകത്തെ അവയവങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കലകളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കോശങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ജീവനെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ദ്രവ്യകണങ്ങളെ ഞാൻ അറിയുന്നു.
അതിനുമകത്തെ ഊർജകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ബോധകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ആനന്ദകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ശുദ്ധബോധത്തെ ഞാൻ അറിയുന്നു. ഞാൻ രൂപമാകുന്നു. ഞാൻ അവയവങ്ങളാകുന്നു. ഞാൻ കലകളാകുന്നു. ഞാൻ കോശങ്ങളാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ ദ്രവ്യകണങ്ങളാകുന്നു. ഞാൻ ഊർജകണങ്ങളാകുന്നു. ഞാൻ ബോധകണങ്ങളാകുന്നു. ഞാൻ ആനന്ദകണങ്ങളാകുന്നു. ഞാൻ ശുദ്ധബോധമാകുന്നു. അത് ഞാനാകുന്നു. ബോധമാണ് സർവം എന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നറിയുന്നുവോ അത് ഞാനാകുന്നു. എന്താകണമെന്ന് ആശിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് ചിന്തിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് പറയുന്നുവോ അത് ഞാനാകുന്നു. ഞാൻ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ എന്റെ ബോധം അവിടെയാകുന്നു. എന്റെ ബോധം എവിടെയോ എന്റെ ധർമ്മം എവിടെയാകുന്നു. എന്റെ ധർമ്മം എവിടെയോ എന്റെ ജീവചൈതന്യം അവിടെയാകുന്നു. എന്റെ ജീവചൈതന്യം എവിടെയോ എന്റെ രൂപകൽപ്പന അവിടെയാകുന്നു. എന്റെ രൂപകൽപ്പന എങ്ങനെയോ എന്റെ സാക്ഷാത്കാരം അതാകുന്നു. എന്റെ സാക്ഷാത്കാരം എങ്ങനെയോ അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശ്രദ്ധ ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ധർമ്മം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ജീവചൈതന്യം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ രൂപകൽപ്പന ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ സാക്ഷാത്കാരം ശരീരത്തിലാണ്. അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരം മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ശരീരം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ശരീരം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്ന എന്നിലെ അവയവങ്ങളിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. കാൽവിരലുകളിലൂടെ, പാദങ്ങളിലൂടെ, കണങ്കാലുകളിലൂടെ, തുടകളിലൂടെ, അരക്കെട്ടിലൂടെ, നട്ടെല്ലിലൂടെ, ഉദരത്തിലൂടെ, നെഞ്ചിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ, കഴുത്തിലൂടെ, ശിരസ്സിലൂടെ, മൂർധാവിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അവയവങ്ങളെല്ലാം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ
ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ജീവിതം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ജീവിതം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തുമുള്ള സർവവും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നതിൽ എന്റെ മാതാവിനോടും എന്റെ പിതാവിനോടും എന്റെ ജീവകുലത്തിനോടും എന്റെ ഭൂമിയോടും എന്റെ ഗുരുപരമ്പരയോടും ധർമ്മമാർഗേ ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഗുരുത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ ഞാൻ സുരക്ഷിതമായിരിക്കും. പഞ്ചഗുരുത്വങ്ങളിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്റെ ശിരസ്സും കൈകളും ഉയർത്തി തന്നതെല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇനി വേണ്ടതെല്ലാം അർത്ഥന ചെയ്തു നേടുവാൻ എനിക്ക് കഴിയുന്നു. ഏതു പരിസരത്തും ഏതു വേഗത്തിലും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ ബോധമാകുന്നു, ഞാൻ ശുദ്ധിയാകുന്നു, ഞാൻ സമൃദ്ധിയാകുന്നു, ഞാൻ അറിവാകുന്നു, ഞാൻ സുരക്ഷയാകുന്നു, ഞാൻ ഗുരുത്വമാകുന്നു, ഞാൻ വിജയമാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു. അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു. ഏട്ടൻ പറയുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. തിരികെ വരാം. ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. കൃഷ്ണകുമാരേട്ടാ. നമസ്കാരം. വളരെ പ്രാധാന്യമേറിയ മാത്രം കാണാൻ കഴിഞ്ഞ കോർട്ടേക്കാർവിനെ പറ്റിയായിരുന്നു ഇന്നത്തെ സുഭാഷിതത്തിലെ വിഷയം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്ത ഒരു പരിപാടിയായിരുന്നു കോട്ടയക്കാർവ്. എൻ്റെ ആദ്യത്തെ ഇക്കോ വില്ലേജിലെ സന്ദർശനത്തിലൂടെ തന്നെ എനിക്ക് വളരെയധികം മാറ്റമുണ്ടായി ആ കോട്ടയക്കാർവ് പരിശീലനത്തിലൂടെ. കാരണം ഇമോഷണൽ ബാഗേജ് വളരെയധികം കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. കടത്തിവിടുക എന്നുള്ളത്, നിസ്സംഗതയോടെ എല്ലാത്തിനും നേരിൽ കാണുക എന്നുള്ള പാഠം ആദ്യമായി ശരിക്കും മനസ്സിലേക്ക് തറഞ്ഞത് അവിടെ നിന്നാണ്. പണ്ടും പലരും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടെങ്കിലും ഒന്നും ഇത്ര ശക്തിയായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
ആ ഒരു ഒറ്റ ദിവസത്തെ പരിശീലനത്തിലൂടെ തന്നെ അത് വളരെയധികം ഉൾക്കൊള്ളാൻ പറ്റി, അത് പ്രാവർത്തികമാക്കാനും പറ്റി പിന്നീടുള്ള തുടർന്നുള്ള 7-8 മാസങ്ങളിലൂടെ. ഇന്നത്തെ സുഭാഷിതത്തിൽ എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളെ പറ്റി കോട്ടയത്ത് അരവിന്ദ് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. നമസ്കാരം. ഓക്കെ ഏട്ടാ. ജോസേട്ടാ? അതിടക്ക് ഫോൺ കുഴപ്പത്തിലായി. അത് പിന്നെ ഞാനത് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പകുതി കേട്ടുള്ളു. എങ്കിലും ഞാൻ സാധാരണ എന്താണ് ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ആ പകുതി സമയത്താണെങ്കിലും ഉണ്ടായതിൽ ഒത്തിരി നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കോട്ടക്കാറ് ഒന്നും കൂടി പൂർണ്ണമായിട്ടും നോക്കാനും പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ. പുഷ്പവല്ലി? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ അറിയണത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാന്ന് വിചാരിക്കണം. അപ്പൊ കൂടുതലും ഇതിലൊക്കെ പങ്കെടുക്കാന്നാണ് വിചാരിക്കണത്. അറിയില്ല കാര്യങ്ങളൊന്നും. ആകട്ടെ. സ്വാഗതം കൂടെ ഉള്ളവര്. വർഗീസേട്ടൻ പറയും. എല്ലാവർക്കും നമസ്കാരം. കോട്ടക്കാർവ് ഇത് ഒളിമ്പസിന്റെ ട്രേഡ് മാർക്കാണ്. വേറെ എങ്ങും കിട്ടാത്തൊരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു റീ എഞ്ചിനീയറിങ്, സൈക്കോ ഫിസിക്കൽ റീ എഞ്ചിനീയറിങ് എന്നുള്ള ഒരു ഇതാണ്. ഞാൻ ഇവിടെ വന്ന ആദ്യമായിട്ടുള്ള പരിശീലനത്തിൽ തന്നെ ശരിക്ക് വ്യക്തമായി കാണിച്ചു തന്നു. ഒരു സോർട്ടിങ് എന്നുള്ള ഒരു ഇതിലൂടെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് നിർത്തി, അതിനെ നമുക്ക് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തി, ഉത്തരവില്ലാതെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാക്ടീസാണിത്. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും താളവും യുക്തിയും എല്ലാവർക്കും ഉണ്ട്, പല വിധ റേഷ്യോയിലാണ്. അപ്പൊ അത് റേഷ്യോയിലാണെന്നുണ്ടെങ്കിലും ആ താളത്തിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ ഉള്ള യുക്തിയുടെ ഫുൾ യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല. ആ ബോധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് താള യുക്തികളുടെ ഒറിജിനൽ റേഷ്യോയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കണ്ടത്. സന്തോഷത്തിന്റെ ഒരു അനുഭവജ്ഞാനത്തിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ സ്കോപ്പ് എന്താന്ന് വെച്ചാൽ, താളം ഡെവലപ്പ് ചെയ്യാത്തവർക്ക് അവർക്ക് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 70-30 എന്നുള്ള ഒരു രീതിയിൽ താളം 30 യുക്തി 70 ആണെന്നുണ്ടെങ്കിൽ, ആ 30യുടെ ചിലപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുള്ളൂ, ആ 50%, 60% ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ യുക്തിയുടെ 50%, 60% ഉപയോഗിക്കുന്നുള്ളൂ. അതിനെ ഫുൾ 30%ഉം 70%ലും ആക്കുക എന്നുള്ളത് അത് ഒരു പർപ്പസ്. അത് കഴിഞ്ഞിട്ട് ഈ യുക്തി കൂടിയവർക്ക് താളം കുറവായതുകൊണ്ടുള്ള പ്രോബ്ലംസിനെ യുക്തി കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക, ലോജിക്കൽ കോമ്പൻസേഷൻ എന്നുള്ളത്. അങ്ങനെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ടെക്നിക്കലായിട്ടുള്ള സംഗതി ഒരു പ്രയോഗമാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ വളരെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ബാലൻസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പലതും നമ്മൾ ഇവിടെ അനുഭവിക്കാൻ പറ്റും ഈ ഒരു പ്രാക്ടീസിലൂടെ. അപ്പൊ അത് വളരെ നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങളും ഞാൻ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം കോട്ടക്കാർവ് എന്നുള്ള ഒരു താള പരിശീലന സംവിധാനത്തെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും, അതായത് ഒളിമ്പസിൽ ഇതുവരെയും വന്നിട്ടുള്ള ഇരിക്കുന്ന പുതിയ ആളുകൾക്ക് പോലും അതിന്റെ ചെറിയ ഒരു പരിശീലനം എന്തായാലും നമ്മൾ നൽകിയിട്ടുണ്ടാവും. അപ്പൊ വർഗീസേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഒളിമ്പസിന്റെ സ്വന്തമായിട്ടുള്ള ഒരു പരിശീലന സംവിധാനമാണ് ഈ താള പരിശീലനം. അപ്പൊ കോർട്ടക്സിനെ, നമ്മുടെ തലച്ചോറിലെ കോർട്ടക്സ് എന്ന ഭാഗത്താണ് നമ്മുടെ എല്ലാ ശീലങ്ങളുടെയും താളം പ്രിന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു പാറ്റേണിനനുസരിച്ചാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാനൊരു പ്രേരണ നമുക്കുണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പാറ്റേണിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ശാരീരിക ചലനങ്ങളിൽ
മാറ്റം വരുത്തുന്നതിലൂടെ സാധ്യമാകുന്നുള്ളതാണ്. നമ്മളൊരു കൈ കൊട്ടുന്നതിലൂടെ പോലും നമ്മുടെ താളത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതിന് ഒറ്റയ്ക്ക് നടക്കൂല, അത് ഒരു കൂട്ടത്തിലാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചുറ്റുപാടിൽ കാരണങ്ങൾ ആരോപിക്കുന്നത് തീർച്ചയായിട്ടും അതിനൊരു നിർത്തലുണ്ടാകും. കാരണം അവിടെ നമ്മുടെ താളത്തിനാണ് പ്രശ്നം എന്നുള്ളതല്ല, നമ്മുടെ താളത്തിനാണ് ഒരു വ്യത്യാസം ഉള്ളത്, കൂട്ടത്തിന്റെ താളത്തിനല്ല. അല്ലെങ്കിൽ കൂട്ടത്തിന്റെ താളത്തിൽ എനിക്ക് എത്രത്തോളം ചേർന്ന് പോകാൻ സാധിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് ഉണ്ടാകാൻ ഈ ഒരു ക്വാർട്ടർ പരിശീലനം നമ്മളെല്ലാവരും വളരെയധികം സഹായിക്കുന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ സഹവാസത്തിൽ, അതായത് നേർപരിപാടികളിൽ ഏതെങ്കിലും പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരുടെ താളം എനിക്കാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ പൊരുത്തപ്പെട്ടു പോകാം, അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലേക്ക് എങ്ങനെ എന്നെ മാറ്റി പ്ലേസ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ വിപ്ലവാത്മകരമായ മാറ്റം ഉണ്ടാക്കും. കാരണം അത്രയും കാലം നമ്മളെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യമേ അല്ല നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം നമ്മളെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരുടെ താളമല്ല, നമുക്ക് നമ്മുടെ താളത്തെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മള് നൃത്തവും താളവും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിശീലന രീതിയുണ്ട്. അതുപോലെ ഉപകരണം ഉപയോഗിച്ച് ചെയ്യുന്ന പരിശീലന രീതിയുണ്ട്. താളം ഇട്ടുകൊണ്ട്, അതായത് നമുക്കകത്തു നിന്നുള്ള താളം പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള പരിശീലനമുണ്ട്. അങ്ങനെ 5 തരത്തിലുള്ള പരിശീലനങ്ങൾ ഈ ക്വാർട്ടർ എന്ന് പറയുന്ന സംവിധാനത്തിലുണ്ട്. അതില് തനിച്ച് ചെയ്യാവുന്നതുണ്ട്, മറ്റുള്ളവരോട് ചേർന്ന് മാത്രം ചെയ്യാവുന്ന പരിശീലനങ്ങളുണ്ട്. അപ്പൊ ഇതിലൂടെ എല്ലാം നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ എന്താണ്, എനിക്ക് ബുദ്ധി ഉപയോഗിച്ചുള്ള സാധ്യതയാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്റെ ബോധമാണോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞും ഇരിക്കും നമുക്ക് എപ്പോഴും, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ ഈ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സുഗമമായിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമുക്ക് എപ്പോഴും പ്രതിസന്ധികളാണല്ലോ വിഷയമാവുന്നത്. അപ്പൊ ഈ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്ന് പോലും നമുക്ക് ഈ പരിശീലനത്തിലൂടെ നമുക്ക് നമ്മളെ റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ നമ്മുടെ സാധ്യതയും പരിമിതിയും തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ഏത് രീതിയിലുള്ള പരിശീലനമാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും പരമാവധി നേർമുഖ പരിപാടിയിൽ പങ്കെടുക്കുക. എങ്കിൽ മാത്രമാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഇതുപോലെയുള്ള പരിപാടികൾ അതിന്റെ പ്രയോജനം മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്ന ചില മാറ്റങ്ങൾ വരുത്താമെന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ക്വാർട്ടർ പ്രത്യക്ഷത്തിലുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഡിറക്ഷൻ സെൻസ് ശരിയല്ലായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരിശീലനത്തിലൂടെ. അപ്പൊ അപ്പം മുതൽ അങ്ങനെ അല്ലായിരുന്നു, അത് ഞാൻ ചെയ്യുന്നത് ശരിയായിരുന്നു എന്നുള്ള ഒരു കാഴ്ച ഞാൻ ശരിയാക്കാൻ കുറച്ചുകൂടി എന്റെ ഒരു ആംഗിൾ ശരിയാക്കണം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ശരിയാക്കാനുണ്ട്, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനും പിന്നീട് എനിക്ക് അത് ശ്രദ്ധിച്ച് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ശരിയാണെങ്കിലും ആവർത്തിച്ച് പരിശീലിച്ചെങ്കിൽ മാത്രമേ, ഒരുപക്ഷെ നമുക്ക് ലൈഫ് ലോങ് അത് ബോധപൂർവം പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ചിലർ പറയും ഇത് എത്ര കാലം ചെയ്യണം, ഇത് എത്ര കാലം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റിസൾട്ട് കിട്ടും. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ബോധത്തെയും ബുദ്ധിയെയും വെച്ചുള്ള കളികളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്തായാലും പരിശീലനം എന്നുള്ളത് നിർബന്ധമാണ്, നിരന്തരം ഉണ്ടായിരിക്കേണ്ടതുമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ മനസ്സിലാകും ഇനി പരിശീലനം ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതെന്റെ ശരീരഭാഷയായി മാറിയിട്ടുണ്ട്, ഇത് എന്റെ ഋതമായി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് നിർത്താം. അതല്ലാത്ത പക്ഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കലും നമ്മളെ ഭക്ഷണം കഴിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഉറങ്ങുന്ന രീതിയിലോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിൽ പോലും നമ്മുടെ ഋതം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത്രയ്ക്കും നമുക്ക് ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ ഈ ജീവിതത്തില്
വളരെ സുഗമമായിട്ട് പോകാൻ കഴിയും. പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അതിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ അതിന് തീർച്ചയായിട്ടും കോട്ടക്കടവ് നമ്മളെ സഹായിക്കും. അപ്പം കുറച്ചും കൂടെ നല്ലൊരു അവതരണമായിട്ട് എനിക്കിന്ന് തോന്നി. ഇടയിലെ ഒരു തടസ്സം വന്നപ്പോൾ അതിന്റെ ഒഴുക്ക് പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയെങ്കിലും ഏട്ടൻ അതിലേക്ക് വന്നു എന്നുള്ളത്. നല്ല അവതരണമായിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.